السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 216. മുഅക്കദായ റവാത്തിബ് സുന്നത്ത് 10 റക്അത്ത് ആണെങ്കിലും 12 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കുന്നതിന് വളരെയേറെ പുണ്യമുണ്ടെന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം: മാമിൻ ആബിദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി തആല ഫീ കുല്ലി യൗമിൻ 12 റക്അത്തൻ തതവ്വുഅൻ ഗൈറ ഫരീള ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഈ ഹദീസിൻ്റെ അതേ ആശയം ഇമാം തിർമുദി റളിയല്ലാഹു അൻഹുവിൻ്റെ സുനനിൽ നിന്നും നമുക്ക് വായിക്കാൻ സാധിക്കും. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല ഫീ യൗമിൻ വലൈലത്തിൻ 12 റക്അത്തൻ ബുനിയ ലഹു ബൈതുൻ ഫിൽ ജന്നah أربعا قبل الظهر وركعتين بعدها وركعتين بعد المغرب وركعتين بعد العشاء وركعتين قبل صلاة الفجر. എന്താണ്? ഒരു 12 റക്അത്ത് റവാത്തിബ് ഒരാൾ നിസ്കരിക്കുന്നു. ഏതൊക്കെയാണ് 12 റക്അത്ത്? ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 2, മഗ്രിബിനും ഇശാഇനും ശേഷം 2 വീതം, സുബ്ഹിന് മുമ്പ് 2. അഥവാ മുഅക്കദായ 10 റക്അത്ത് റവാത്തിബ് സുന്നത്തുകളോടൊപ്പം ളുഹറിൻ്റെ മുമ്പ് ഒരു 2 റക്അത്തും കൂടെ. അതായത് ളുഹറിൻ്റെ മുമ്പ് 2 റക്അത്ത് മാത്രമാണ് മുഅക്കദായത് ഉള്ളത്. എന്നാൽ അതിലേക്കൊരു 2 റക്അത്തും കൂടെ ചേർത്ത് അങ്ങനെ ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്താക്കി അങ്ങനെ 12 റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിതു നൽകും എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വർഗീയ ഭവനം ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാ ദിവസവും 12 റക്അത്ത് റവാത്തിബ്, 22 റക്അത്ത് ആണ് റവാത്തിബ് മൊത്തത്തിലുള്ളത്. അത് നിസ്കരിച്ചാൽ ഏതായാലും ഈ 12 അതിൽ ഉൾപ്പെട്ടു. ഇനി 22 നിസ്കരിക്കാൻ ഉദ്ദേശിക്കാത്ത ആളുകൾ 10 റക്അത്ത് മാത്രം മുഅക്കദ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ തന്നെയും അതോടൊപ്പം ഒരു 2 റക്അത്ത് കൂടെ ചേർത്ത് ഈ 12 നിസ്കരിച്ചാൽ ഈ ഹദീസ് അന്വർത്ഥമാക്കുന്ന രീതിയിൽ സ്വർഗീയ ഭവനം സാധിച്ചെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.